അന്ന് നമ്മളെ ചാനൽ ചർച്ചയിൽ വന്നിരിക്കുന്ന നമ്മൾ ഓപ്പോസിറ്റ് വന്നിരുന്ന BJP നേതാക്കന്മാരുണ്ട്. അവർ ആ ചാനൽ ചർച്ചയിൽ നിന്ന് നമുക്ക് മനസ്സിലായ ചില കാര്യങ്ങളുണ്ട്. അവർക്ക് ലക്ഷദ്വീപ് എന്താണെന്നോ ലക്ഷദ്വീപ് എത്ര ഐലൻഡ് ഉണ്ടെന്നോ എന്തൊക്കെയാണോ എന്ന് പോലും അവർക്കറിയില്ല. അവർ പറയാണ് കോൺഗ്രസിലേക്ക് പോയിട്ടുണ്ട്. സന്ദീപ് വാര്യരൊക്കെ നമുക്ക് ഉപയോഗിക്കാമല്ലോ, ചർച്ചയ്ക്കുണ്ടായിരുന്നല്ലോ. സന്ദീപ് വാര്യർ ഇപ്പോൾ കോൺഗ്രസിലാണ്. അത് വിശ്വാസം, BJPയോടുള്ള വിശ്വാസം നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ സ്വാഭാവികമല്ലേ. എൻ്റെ നാടിനെ കണ്ടിന്യൂസ് ആയിട്ട് ഇത്രയും ആക്രമിക്കാൻ ശ്രമിക്കുന്ന, എൻ്റെ നാടിന് ഒരു സപ്പോർട്ടും തരാതിരിക്കുന്ന, എൻ്റെ ലക്ഷദ്വീപുകാരെ ഇത്രയും ശ്വാസം മുട്ടിച്ച് കൊല്ലാൻ ശ്രമിക്കുന്ന, ശ്വാസം മുട്ടിച്ചല്ലേ, ഒന്ന് ആലോചിച്ച് നോക്ക്. എൻ്റെ ലക്ഷദ്വീപുകാർക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ എന്താണ് ആള് ചെയ്തിട്ടുള്ളത്? മോദി അന്ന് വന്നു ലക്ഷദ്വീപ് കണ്ടു, ലക്ഷദ്വീപിൻ്റെ ഭംഗി കണ്ടു, ലക്ഷദ്വീപിൻ്റെ പറ്റി പോസ്റ്റുകൾ ഇട്ടു. നല്ല ഭംഗിയാണ്, ഐലൻഡ് കാണാൻ നല്ല ഭംഗിയാണ്. ശരിയാണ്, ഐലൻഡ് കാണാൻ നല്ല ഭംഗിയാണ്. പക്ഷെ ഐലൻഡിൻ്റെ അകത്തിരുന്ന ആൾക്കാർ, ആ ജനങ്ങൾ അനുഭവിക്കുന്ന ഒരു ബുദ്ധിമുട്ട് ആൾക്ക് ഒന്ന് മനസ്സിലാക്കാമായിരുന്നല്ലോ. ആ ഹോസ്പിറ്റൽ ബേസിക് നീഡല്ലേക്കാണ് ഞങ്ങളുടെ ഒക്കെ. എനിക്ക് നഷ്ടപ്പെട്ട എൻ്റെ വാപ്പാനെയാണ്, എൻ്റെ അനിയനെയാണ്. അതേപോലെ എത്ര കുടുംബങ്ങളിൽ നിന്നാണ് ആളുകൾ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഈ ആളുകളുടെ ഒക്കെ ഒരു വികാരം മനസ്സിലാക്കാറുന്നില്ലേ? നമ്മൾ ആവശ്യപ്പെടുന്ന എന്താണ്? ബേസിക് നീഡല്ലേ. ടൂറിസം നടത്തിക്കോ, നിങ്ങൾ നടത്തണ്ടെന്ന് ഞങ്ങൾ ആരും പറഞ്ഞിട്ടില്ലല്ലോ. പക്ഷെ ഞങ്ങൾക്ക് ആവശ്യമുള്ളൊരു ബേസിക് നീഡ് തന്നിട്ട് പോരെ. ഇക്കൊക്കെ ഒരു കാര്യമല്ലോ. ലക്ഷദ്വീപിൽ ഇവർ ഇത്രയും ടൂറിസം നടത്തണമെന്ന് ആഗ്രഹിക്കുമ്പോൾ ജനങ്ങളുള്ള തിങ്ങിപ്പാർക്കുന്ന ഏരിയയാണ് ചൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെ എന്തൊക്കെ പ്രോബ്ലംസ് ഉണ്ട്? വെള്ളത്തിന് പ്രോബ്ലം ഉണ്ടാവും. ക്യാരിങ് കപ്പാസിറ്റി ഉണ്ടോ? ലക്ഷദ്വീപിനെ സംബന്ധിച്ചൊരു ക്യാരിങ് കപ്പാസിറ്റി ഇല്ല. വേസ്റ്റ് മാനേജ്മെൻറ്റ് നന്നായിട്ടില്ല. ഇതൊന്നും ഇല്ലാതെ എങ്ങനെയാണ് ഒരു ടൂറിസ്റ്റുകൾ പോട്ടെ? ഹോസ്പിറ്റൽ ഇല്ല എന്നല്ല, ഡോക്ടർമാരില്ല. എന്തെങ്കിലും ഒരു അപകടം പറ്റിയ ഇവാക്വേഷനാണ്. ഈ ഇവാക്വേഷൻ നടത്തുന്ന ഒരു സ്ഥലത്തേക്ക് എന്ത് വിശ്വസിച്ചിട്ടാണ് ജനങ്ങൾ വരിക? ടൂറിസ്റ്റായിട്ട് എന്ത് വിശ്വസിച്ചിട്ടാണ് വരേണ്ടത്? ഒന്ന് പറഞ്ഞേക്കാം. അതല്ലേ ആദ്യം മാറ്റം വരുത്തേണ്ടത്, അതല്ലേ നമ്മൾ ആവശ്യപ്പെട്ടത്. അപ്പം അത് ഒന്നും ചെയ്യാണ്ടിരിക്കുമ്പോൾ നമുക്ക് ദേഷ്യം വരും. പൊതുവേ എനിക്കിപ്പോൾ ഉള്ള വെറുപ്പും ദേഷ്യവും അത് തന്നെയാണ്. എനിക്ക് ആവശ്യമുള്ളത് എന്താണ്? അവിടേക്ക് ഹോസ്പിറ്റലും നല്ല ഡോക്ടർമാരും അതേപോലെ എല്ലാ ഫെസിലിറ്റിയോടുകൂടെ. എനിക്ക് ഇവാക്വേഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് എക്കാലവും പ്രാക്ടിക്കലായിട്ട് നടക്കുന്ന ഒരു കാര്യമേ അല്ല. ഈ ഇവാക്വേഷൻ കൊണ്ട് എത്ര പേര് മരണത്തിലേക്ക് എത്തിയിട്ടുണ്ടെന്ന് അറിയാം. കാരണം ഹാർട്ട് അറ്റാക്ക് വന്നൊരു പേഷ്യൻറ്റിന് ഇവാക്വേഷൻ നടത്തി കഴിഞ്ഞാൽ കൃത്യമായ ഓക്സിജൻ കൊടുത്താലും കൊടുത്തില്ലെങ്കിലും തന്നെ, അഥവാ ഇനി ഓക്സിജൻ ഇല്ലാത്തൊരു ഐലൻഡിൽ നിന്നാണ്, ഒരു ഓക്സിജൻ ഇല്ലാത്തൊരു ഐലൻഡിൽ നിന്നാണ് കയറ്റുന്നതെന്നുണ്ടെങ്കിൽ ആ ഹെലികോപ്റ്ററിനകത്ത് ഓക്സിജൻ ഇതുണ്ടാവില്ല, കൊടുക്കാനുള്ള ഫെസിലിറ്റി ഉണ്ടാവില്ല. എന്താണ് ചെയ്യുക ഇവർ? ആ പേഷ്യൻ്റ് എയറിൽ കൂടെ ലിഫ്റ്റ് ചെയ്ത് കൊണ്ടുവരണം. എയർ ലിഫ്റ്റിംഗ് എന്ന് പറയുമ്പോൾ നമ്മൾ ഹാർട്ടിൻ്റെ ഒരു ഹാർട്ടിൻ്റെ ഡോക്ടറിനോട് സംസാരിച്ച് നോക്ക്. ഞാനിതൊക്കെ ഫേസ് ചെയ്തിട്ടുള്ള ഒരാളാണ്. എൻ്റെ വാപ്പയുടെ കാര്യത്തിൽ പോലും വാപ്പക്ക് അറ്റാക്കായിട്ട് കൊണ്ടുവരുമ്പോൾ, എയർ ലിഫ്റ്റ് ചെയ്ത് കൊണ്ടുവരുമ്പോൾ ആ പേഷ്യൻ്റെ ബോഡിയിൽ പിന്നെയും ഇത് കൂടുക ചെയ്യുന്നത്, പ്രഷർ കൂടുക ചെയ്യുന്നത്. അത് അപകടത്തിലേക്ക് വീണ്ടും കൊണ്ടുപോവുക ചെയ്ത്. ഇതുപോലും മനസ്സിലാക്കാനുള്ള ബേസിക് സംഭവമല്ലേക്കാ, ജീവനല്ലേക്കാ ഇങ്ങനെ കൊണ്ടുവരുന്നത്. നമുക്കൊക്കെ പ്രിയപ്പെട്ട ജീവനല്ലേ, എനിക്ക് നഷ്ടപ്പെട്ട എൻ്റെ വാപ്പാനല്ലേ. അപ്പം ആ ജീവൻ അന്ന് കൊണ്ട് എത്തിച്ച സമയം ഒന്നാമത് സമയത്തിന് എത്തിയില്ല എന്നുള്ളത്. പക്ഷെ പിന്നെ എയർ ലിഫ്റ്റ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ബുദ്ധിമുട്ട് നമ്മൾ ആ ഡോക്ടർ നമ്മളോട് പറയുമ്പോഴാണ് ഞാനടക്കമുള്ള ആൾക്കാർ മനസ്സിലാക്കണത് ശരിയാണെന്ന്. ഇതിനു മുമ്പ് എനിക്കും അറിവുകളില്ല. ഞാൻ എൻ്റെ അനുഭവത്തിൽ നിന്നാണ് ഇതൊക്കെ പഠിച്ചത്. സോ ഇത്രയും ബുദ്ധിമുട്ടുള്ളൊരു സ്ഥലമാണ് ലക്ഷദ്വീപ്. ആ ലക്ഷദ്വീപിനെയാണ് ഇപ്പോൾ BJP സർക്കാർ ഭരിക്കുന്നതെന്നുണ്ടെങ്കിൽ അവർ ചെയ്യേണ്ടത് എന്താണ്? അവർ ചെയ്യേണ്ടത് ഞങ്ങൾക്ക് ആവശ്യമുള്ള ഹോസ്പിറ്റൽ ശരിയാക്കി തരണം. ഞങ്ങൾക്ക് ഒരിക്കലും എയർലിഫ്റ്റ് ഇത്രയും പ്രാക്ടിക്കലായിട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. അല്ല, ദീർഘകാലം കോൺഗ്രസിന്റെ MP ആയിരുന്നു സയ്യിദ് അല്ലേ? അന്ന് കോൺഗ്രസിന്റെ ഭരണകാലമാണ്. അന്നും ഇതൊക്കെ ചെയ്യാമായിരുന്നു. അന്ന് ഈ തുടക്കം തന്നെയാണ്. അന്ന് ഉള്ള മാറ്റങ്ങളാണ്. എല്ലാ സ്ഥലങ്ങളിലും എല്ലാ നാട്ടിലും ഹോസ്പിറ്റൽ ഉണ്ട്, ഇല്ല എന്നല്ല പറയണത്. ഇപ്പൊ ഹോസ്പിറ്റൽ ഉണ്ടായിട്ട് ഡോക്ടർമാരില്ല, നേഴ്സുകളില്ല, മെഡിസിൻസ് ഇല്ല. മനസ്സിലായോ? ഉണ്ടായിരുന്ന സമയമുണ്ട്, ഇല്ലാത്ത സമയത്തെ പറ്റിയാണ് ഞാൻ പറയുന്നത്. ഈ 2014 ശേഷമാണ് ഇത്രയും ദാരുണമായിട്ട് ലക്ഷദ്വീപിനെ ഞാൻ കണ്ടത്. അതിന് മുമ്പ് വരെയും ഉണ്ട്. എൻ്റെ ഉപ്പുപ്പായൊക്കെ ഹോസ്പിറ്റലിൽ കിടത്തിയിട്ടുള്ളതൊക്കെ അല്ലേ നമുക്കറിയാം. പഠിച്ചു തുടങ്ങിയത്. കാരണം ഞാൻ പഠിച്ചെന്ന് പറയുന്നത്, ഞാൻ കാണുന്നത് ലക്ഷദ്വീപിന് ആവശ്യം ഒരിക്കലും എയർ ആംബുലൻസ് മാത്രം കിട്ടിയത് കൊണ്ട് അല്ല. അവിടെ വേണ്ടത് ഫുൾ ഫെസിലിറ്റിയോട് കൂടി ഉള്ള ഹോസ്പിറ്റലാണ്. നല്ല ഡോക്ടേഴ്സാണ്.
ഡോക്ടർമാരില്ല, മെഡിസിൻ ഇല്ല, ഈ എന്തിനും പാരസെറ്റമോൾ കിട്ടുന്ന ഒരു സമ്പ്രദായം. ഇതൊക്കെ മാറണ്ടേ? ഇതൊക്കെ മാറി ചിന്തിച്ചാലല്ലേ ഇനി വരും തലമുറയ്ക്കെങ്കിലും നല്ലൊരു തുടക്കം കുറിക്കാൻ പറ്റുള്ളൂ, നന്നായിട്ട് ജീവിക്കാൻ പറ്റുള്ളൂ, അവർക്ക് നഷ്ടങ്ങളില്ലാണ്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. ആ സ്ഥലത്താണ് ഞാൻ പറഞ്ഞത്. എൻ്റെ അനുഭവത്തിൽ നിന്ന് ഞാൻ പഠിച്ച പാഠങ്ങളാണ് ശരിക്കും പറഞ്ഞാൽ എൻ്റെ ഈ ശബ്ദം. ആ ശബ്ദമാണ് കേന്ദ്ര ഗവൺമെന്റ് തന്നെ ശബ്ദിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്നിപ്പോ ഇല്ലാന്ന് ഞാൻ പറയുന്നത്, ഇന്ന് ഞാൻ ശബ്ദിക്കുന്നുണ്ടല്ലോ. ഇപ്പോ അല്ല, ആ ശബ്ദമാണ് ഉയർന്നത്, അല്ല ഒരു വ്യക്തിയോടുള്ള ഒരു വൈരാഗ്യമല്ല ഞാൻ പറയണത്. ഒരിക്കലും എനിക്ക് ഇവരൊക്കെ ആരാണെന്നുള്ളത് ഞാൻ എങ്ങനെ അറിയാന്? ഇവരുടെ ഒക്കെ ക്യാരക്ടർ എനിക്ക് എങ്ങനെ അറിയാന്? എനിക്ക് ഇവരെ പറ്റി ഒന്നും അറിയില്ല. പക്ഷെ എൻ്റെ നാടിനെ ആക്രമിച്ചപ്പോൾ, എൻ്റെ നാടിന് ഇവർ സഹായം ചെയ്യാതിരിക്കുമ്പോൾ, എനിക്ക് നഷ്ടപ്പെട്ടതുപോലെ ഒരുപാട് ആളുകൾക്ക് ഈ നഷ്ടങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് പ്രതികരിക്കണമെന്ന് തോന്നി. ഫ്ലഷ് എന്ന് പറയുന്ന സിനിമയിൽ ഇത് തന്നെയല്ലേ പറഞ്ഞത്, ഹോസ്പിറ്റലിൻ്റെ കാര്യം അല്ലേ? അല്ലാതെ ഒരു ആളുകളെ ആക്രമിക്കുന്ന രീതിയിൽ ഞാനൊന്നും പറഞ്ഞിട്ടില്ലല്ലോ. സിനിമ കണ്ടതാണ് തിയേറ്ററിൽ പോയി. ആ സിനിമയിൽ പോലും വളരെ വൃത്തിയായിട്ട് ജനങ്ങളുടെ ബുദ്ധിമുട്ടാണ് ഞാൻ കാണിച്ചിട്ടുള്ളത്. അല്ലാതെ ഞാൻ ആരെയും ആക്രമിക്കുന്ന ഒരുത്തിയോ, ഞാൻ ഒരാളുടെ പുറകെ ഇങ്ങനെ പോകുന്ന ഒരാളോ, ബുദ്ധിമുട്ടിക്കുന്ന ഒരാളോ ഒന്നുമല്ല. ഞങ്ങൾക്കൊന്നും കിട്ടുന്നില്ല. കഥ കേട്ട് നിർമ്മിച്ചത് BJP-ക്കാരാണ്. BJP അത് പറയാൻ പറ്റില്ല. ഇവര് നമ്മളെ ബീന കാസിം എന്ന് പറയുന്ന ഒരിക്കലും BJP-ക്കാരെയായിട്ട് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നില്ല. ബീന കാസിമിൽ ഞാൻ കണ്ടത് അവരുടെ ഹസ്ബൻഡാണ് BJP. അതെ, ബീന കാസിം BJP-ക്കാരി ആയിരുന്നില്ല. BJP ഇപ്പോൾ ഭർത്താവ് ഒരു പാർട്ടി, ഭാര്യ ഒരു പാർട്ടി, ഇങ്ങനെയാണെന്ന് ഒരുപാട് ഫാമിലി ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ ആ തരത്തിലാണ് ശരിക്കും ബീന കാസിമിനെ കണ്ടിട്ടുള്ളത്. ബീന കാസിം അങ്ങനെ ഭർത്താവിനെ സപ്പോർട്ട് ചെയ്യുന്നതാണ് ഭാര്യ, സപ്പോർട്ട് ചെയ്യും. പക്ഷെ എന്നാലും പുള്ളിക്കാരിയുടേതായിട്ടുള്ളൊരു നിലപാടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് സിനിമ നിർമ്മിച്ചത്. ഉറപ്പായിട്ട് എനിക്കൊരിക്കലും ബീന കാസിം എന്ന് പറയുന്ന വ്യക്തിയുടെ ആ ലാസ്റ്റ് പ്രഷർ, പുള്ളിക്കാരിക്ക് പല സ്ഥലത്തുനിന്നുണ്ടായ ഒരു പ്രഷർ കാരണമാണ് അന്നത്തെ ആ പ്രശ്നങ്ങൾ ഉണ്ടായത്. അല്ലെങ്കിൽ അതിന് മുമ്പ് ബീനത്താക്ക് ഈ സിനിമ ചെയ്യാണ്ടിരിക്കായിരുന്നല്ലോ, 100%. അല്ലേ? ബീനത്ത അത്ര വലിയ പാർട്ടി പ്രേമിയാണ്, അല്ലെങ്കിൽ ഒരു BJP സപ്പോർട്ടാണ് കൂടുതൽ കൊടുക്കുന്നത്. പുള്ളിക്കാരിക്ക് ഇതിനെ ഒരുപാട് രീതിയിൽ ഉപദ്രവിക്കായിരുന്നു. അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല. എന്നെ പേഴ്സണലി പുള്ളിക്കാരി ഉപദ്രവിച്ചിട്ടില്ല ഒരു കാര്യം പോലും. 100%. നമ്മൾ ചോദിച്ചു വന്നതിൻ്റെ രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യമാണ് തലയിൽ തട്ടമിടുന്ന ഒരു ഐഷ. ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇടുന്ന തലയിൽ തട്ടമിട്ട ഐഷ. അന്നും ഐഷ ചർച്ചയ്ക്ക് വരുമ്പോൾ തലയിൽ തട്ടമിട്ടല്ല പറയുന്നത്, ഇപ്പോഴുമല്ല. ആ ഐഷ സുൽത്താന എന്ന് പറയുന്ന ഒരു മുസ്ലിം നാമധാരി, മുസ്ലിമായിട്ട് കുടുംബം ജീവിക്കുന്ന, ലക്ഷദ്വീപ് എന്ന മുസ്ലിങ്ങളുടെ ഒരു സ്ഥലം തന്നെയാണ്. ആ ഐഷ മറ്റൊരു മതസ്ഥരായ സർദാർജിയുമായി വിവാഹം ചെയ്യുമ്പോൾ അവിടുത്തെ സമൂഹം എത്രമാത്രം പുറക്കപ്പെടും, മാപ്പ് തരുമെന്ന് ചിന്തിച്ചിട്ടുണ്ട്? ഇതൊരു സമൂഹത്തെ തൃപ്തിപ്പെടുത്തുന്നതല്ല. സമൂഹം എന്ന് പറയുന്നത് തൃപ്തിപ്പെടുത്തിക്കൊണ്ട് നമുക്ക് നോക്കാമെങ്കിൽ എല്ലാവരുടെ ഇഷ്ടം നമ്മൾ ചോദിച്ച് മനസ്സിലാക്കിയിട്ട് വരും നമുക്കൊരു പാർട്ട്ണറെ ചൂസ് ചെയ്യാൻ. എങ്കിൽ ആ പാർട്ട്ണറിൽ നിന്ന് നമുക്കൊരു സന്തോഷം ഉണ്ടാവുമോ ഇല്ലയോ എന്നുള്ള ഉറപ്പില്ല. ഇത് നമുക്കൊരിക്കലും, നമ്മളെ കല്യാണ മാറ്റർ ഉണ്ടല്ലോ, നമ്മളൊരാളെ കല്യാണം കഴിക്കുന്നു എന്നുള്ളത് നമ്മളെ വാപ്പയോ ഉമ്മയോ പോലും കൂടുതൽ ഇടപെടേണ്ട കാര്യമില്ല. അത് നമ്മളെ ചോയ്സാണ്, നമ്മളെ സപ്പോർട്ടാണ്. നമുക്ക് ചെയ്തു തന്നിട്ടുണ്ട് നമ്മളെ ഉമ്മയും വാപ്പയും എല്ലാവരും. നമുക്ക് അതിൻ്റെ രീതിയിൽ വളരാനും പഠിക്കാനും നമ്മളെ ഇന്നൊരു പൊസിഷനിൽ എത്തിക്കാനും ഒക്കെ ചെയ്തു തന്നതൊക്കെ വാപ്പയും ഉമ്മയാണ്. ഒരു സമ്മതം വേണം നമുക്ക് എന്ത് കാര്യത്തിനും. പക്ഷെ ഒരു പാർട്ട്ണറെ ചൂസ് ചെയ്യേണ്ടത് നമ്മൾ തന്നെയായിരിക്കും. അത് നമ്മൾ വേറെ ഒന്നും നോക്കരുത്. കാരണം നമ്മളാണ് ജീവിക്കേണ്ടത് ജീവിതകാലം മുഴുവൻ. നമുക്ക് സന്തോഷമില്ലെങ്കിൽ നമുക്ക് വേറൊരാളെ സന്തോഷിപ്പിക്കാൻ പറ്റില്ല. അതിനി എത്ര ആയാലും. ഇപ്പം എനിക്ക് എൻ്റെ പാർട്ട്ണറിൽ നിന്ന് എനിക്കൊരു സന്തോഷമില്ല, ഒരു ഹാപ്പിനെസ് ഇല്ല എന്നുണ്ടെങ്കിൽ എനിക്ക് വേറെ പലരെയും സന്തോഷിപ്പിക്കാൻ പറ്റില്ല. എൻ്റെ കുടുംബം സന്തോഷം ഉണ്ടാവില്ല, എൻ്റെ പെരുമാറ്റ രീതി മാറും, അല്ലേ? പൊതുവേ ഇത് മനുഷ്യ സഹജമായിട്ടുള്ളൊരു കാര്യത്തെ പറ്റിയാണ് ഞാൻ പറയുന്നത്. അത്തരത്തിൽ എല്ലാവരെയും സന്തോഷിപ്പിച്ചുകൊണ്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. നമ്മൾ സ്വയം സന്തോഷിച്ചാൽ നമുക്ക് ഇവരൊക്കെ സന്തോഷിപ്പിക്കാം. അൾട്രാ മോഡേൺ കിച്ചൺ ഡിവൈസസ്. ഒരു കിച്ചണിൽ വേണ്ട എല്ലാ ലേറ്റസ്റ്റ് ബ്രാൻഡുകളും ഇവിടെയുണ്ട്. ലോകോത്തര ബ്രാൻഡുകൾ, ഒറിജിനൽ പ്രോഡക്ട്സ്, വൈഡ് റേഞ്ച്. മൈജി ഫ്യൂച്ചർ.